ഏകദേശം 4 വർഷം മുമ്പാണ് എൻ്റെ സുഹൃത്ത് ശ്രീ വിനോദ് ഇങ്ങനൊരു ആശയം പറയുന്നത്. അതായത് തൂവാനത്തുമ്പികളുടെ ഒരു അനന്തര സാധ്യത അല്ലെങ്കിൽ ഒരു മറുഭാഷ്യം പോലെ ഒരു ആശയം എന്നോട് പറയും. തൂവാനത്തുമ്പികൾ എന്ന ചിത്രത്തെ ഹൃദയത്തിലേറ്റിയ ഒരുപാട് ചെറുപ്പക്കാർ അതിൻ്റെ ഒരു തുറക്കഥ അല്ലെങ്കിൽ ഒരു അനന്തര കഥ എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഒരു പുസ്തകം തന്നെ ഇറങ്ങിയിട്ടുണ്ട്. ഇത് അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായ ഒരു ആശയമായി തോന്നി. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു രചനാവേള തൊട്ട് എനിക്ക് അതിൻ്റെ ഓരോ ചലനങ്ങളും അറിയാം. ഏകദേശം 4 വർഷം മുമ്പ് ചിത്രീകരണം തുടങ്ങിയെങ്കിലും ഒരുപാട് കാലമെടുത്താണ് അദ്ദേഹം ഈ ഹ്രസ്വചിത്രം ചെയ്തിരിക്കുന്നത്. പല ലൊക്കേഷൻസ്, പല നാടുകളിലൊക്കെ വെച്ചിട്ടാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. ഇത് എൻ്റെ അച്ഛൻ്റെ തറവാടായ മുതുകുളത്തും ഇതിൻ്റേതായ കുറച്ച് ചിത്രീകരണം നടന്നിട്ടുണ്ട്. അതെന്താണ് എന്നുള്ളത് കാണുമ്പോൾ മനസ്സിലാകുന്നുണ്ട്. എനിക്ക് നല്ല ഒരു കഥാപാത്രവും ഒന്നും പഠിച്ചു വയ്ക്കുന്നില്ല. ആരും ഹിപ്പോക്രൈറ്റ്സ് അല്ല. ഉദാഹരണത്തിന് ഋഷിയോ തങ്ങളോ സോണൽ ബാബുവോ എന്തിന് ജയതിച്ചേട്ടൻ ചെയ്ത രാമനുണ്ണി നായർ വരെ അവർ തുറന്നാണ് അവരുടെ ജീവിതങ്ങൾ തുറന്നാണ് കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു ആന്തരിക സത്യമുണ്ട് എന്ന് തോന്നിയിട്ടുണ്ട്. അതായിരിക്കാം ഇത്ര കാലം കഴിഞ്ഞിട്ടും മലയാളികൾ അതിന് ഒരു പ്രത്യേക സ്ഥാനം തങ്ങളുടെ അഭിരുചിയുടെ ഏറ്റവും മുകളിൽ അതിന് സ്ഥാനം കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ടായിരിക്കാം എന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ ഹ്രസ്വചിത്രം നിർമ്മിച്ചിരിക്കുന്നത് സർവമംഗള പ്രൊഡക്ഷൻസ് എന്ന് പറയുന്ന വളരെ പ്രശസ്തമായ ബാനറാണ്. അവർ ഇതിൻ്റെ പിന്നിൽ അവരുണ്ട് എന്നുള്ളത് തന്നെ ഈ ചിത്രത്തിൻ്റെ ഒരു ഒരു മേന്മയുടെ ഒരു അടയാളമായി ഞാൻ കാണുന്നു. ഇതിലെ ഓരോ ഇതിൻ്റെ പിന്നിലുള്ള ക്രൂ മെമ്പേഴ്സ് എന്ന് പറയുന്നവരും വളരെയധികം പരിചയം സിദ്ധിച്ച ചലച്ചിത്ര രംഗത്ത് പ്രവർത്തിക്കുന്നവരാണ്. ഒരു ഹ്രസ്വചിത്രത്തിന് വേണ്ടി ഇവരൊക്കെ ഇങ്ങനെ ഒരു ത്യാഗമനോഭാവത്തോടു കൂടി പ്രവർത്തിച്ചു എന്ന് പറയുന്നത് തന്നെ ആ സൃഷ്ടിക്ക് കൊടുക്കുന്ന ഏറ്റവും വലിയ ആദരവായിട്ട് ഞാൻ കാണുന്നു. തൂവാനത്തുമ്പികൾ എന്ന ചിത്രത്തെ ഇഷ്ടപ്പെട്ടവർക്ക് അല്ലെങ്കിൽ പത്മരാജൻ എന്ന ചലച്ചിത്രകാരനെ ഇഷ്ടപ്പെട്ടവർക്ക് ഈ തുമ്മി എന്നാണ് ഇതിൻ്റെ പേര്, ഒരു പുതിയ അനുഭവമായിരിക്കും എന്ന് എനിക്ക് കാണുന്നു.